ഒരു സെക്കൻഡ്, രമേശ് ചെന്നിത്തലയെക്കുറിച്ചൊക്കെ യഥാർത്ഥം എനിക്ക് വലിയ ബഹുമാനവും ആദരവുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം എന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പുകഴ്ത്തുന്നതുകൊണ്ട് ഞാൻ തിരിച്ച് പുകഴ്ത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഞാൻ വേണം അദ്ദേഹത്തിനൊന്ന് പുകഴ്ത്താം. എനിക്ക് അദ്ദേഹത്തിനെ കാണുമ്പോൾ ഷേക്സ്പിയറിൻ്റെ നാടകത്തിലെ ദുരന്ത കഥാപാത്രങ്ങളെ ഓർമ്മ വരുന്നു. ഒതല്ലോ, മാക്ബത്ത് പോലുള്ള. അദ്ദേഹം 10 വർഷം മുമ്പ് ഷാഡോ ക്യാബിനറ്റ് ഉണ്ടാക്കിയ ആളാണ്. ഷാഡോ ക്യാബിനറ്റ് ഉണ്ടാക്കിയ ശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന ഒരാളുടെ കീഴിൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കൊടുത്തില്ല. രണ്ടാമത്തെ ശിഷ്യൻ KC വേണുഗോപാൽ, അദ്ദേഹം എൻ്റെ സഹപാഠിയായിരുന്നു പയ്യന്നൂർ കോളേജിൽ. എനിക്ക് ഓർമ്മയുണ്ട് KC വേണുഗോപാലൊക്കെ അന്ന് ആരവത്തോട് കൂടിയിട്ട് വരുന്ന തൻ്റെ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയെ കാത്ത് ക്യൂ നിൽക്കുന്ന രംഗം എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഇന്ന് KC വേണുഗോപാലിനെ കാണണമെങ്കിൽ അദ്ദേഹം ഒരാഴ്ച കാത്തിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഷേക്സ്പിയറിൻ്റെ ഒരു ദുരന്ത കഥാപാത്രത്തെ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന രമേശ് ചെന്നിത്തലയെ പോലുള്ള ആൾക്കാരോട് എനിക്ക് ബഹുമാനക്കുറവില്ല. അദ്ദേഹത്തിൻ്റെ അഭിലാഷങ്ങൾ പൂവണിയട്ടെ എന്നുള്ള ഒരു ആശംസ മാത്രമേ നേരാനുള്ളൂ. ചോദിച്ചപ്പോൾ ലോക്സഭയിലെ CPM നേതാവായിട്ടുള്ള K. സുധാകരൻ പറഞ്ഞത് അത് ബഹിഷ്കരിച്ചതല്ല എന്നാണ് പറഞ്ഞത്. ബഹിഷ്കരിച്ചതെന്ന് പറഞ്ഞാൽ അത് പോകാൻ പാടില്ലല്ലോ, പോകരുതെന്നുള്ള ഇതിനകത്ത് ബഹിഷ്കരണമല്ലല്ലോ. ഞങ്ങൾ പോകുന്നില്ല, അത്ര തന്നെ. ഇത്ര ഒരു അനീതി ജനങ്ങളുടെ മുകളിൽ ഇതുപോലുള്ളൊരു അനീതി കെട്ടിവച്ച ശേഷം ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ലെന്ന്, അതാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങൾ പോകുന്നില്ലല്ലോ. ഇതന്നെയല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്തു എന്ന് ഏതെങ്കിലും പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ പോകുന്നില്ല, അത്ര തന്നെ. ചോദിച്ചപ്പോൾ CPMന്റെ എല്ലാ അംഗങ്ങളും പറഞ്ഞത് തിരക്കുള്ളതിനാൽ പോകുന്നു എന്നുള്ളതാണ്. പ്രതിഷേധം പോലും അല്ല, CPMന്റെ എല്ലാ ആൾക്കാരുടെ പട്ടികയിലും ഞാനും ഉണ്ടല്ലോ. അല്ല, ഇത് ലോകസഭയിലും രാജ്യസഭയിലും ചായ സൽക്കാർ നടന്നിട്ടുണ്ട്. 2 സ്ഥലത്ത് നടന്നിട്ടുണ്ട്. ഇത് ലോകസഭയിൽ മാത്രമല്ല രാജ്യസഭയിലും നടന്നിട്ടുണ്ട് ഈ ചായ സൽക്കാരം. ഞങ്ങൾ പോയിട്ടില്ല. ഇതൊന്നും അല്ലല്ലോ പ്രധാനപ്പെട്ട ഒരു ഘടകം. ഈ നിയമങ്ങളിലെല്ലാം എടുക്കേണ്ട നിലപാടുകൾ ശക്തമായി തന്നെ ജനങ്ങളുടെ ഒരു ആംഗിളിലൂടെ നോക്കിയെടുത്തിട്ടുണ്ട്. ഈ സാധാരണ പാർലമെന്റ് കഴിഞ്ഞ ഒരു ചായ സൽക്കാരം ഉണ്ടാവുന്നതാണ്. അതിൽ പങ്കെടുത്തതിനെ അങ്ങനെ വിവാദമാക്കി. സാധാരണഗതിയിൽ പങ്കെടുക്കുന്ന ചായ സൽക്കാരമാണെങ്കിൽ മിജി എന്താ കഴിഞ്ഞ 4 ചായ സൽക്കാരങ്ങളിൽ പങ്കെടുക്കാതിരുന്നത്? കഴിഞ്ഞ വർഷകാല സമ്മേളനത്തിന് ശേഷമുള്ള ചായ സൽക്കാരത്തിൽ എന്താ പങ്കെടുക്കാതിരുന്നത്? അംബേദ്കർ എന്ന് പറഞ്ഞു എന്നൊരു കാരണം കൊണ്ട് അംബേദ്കറെ അപമാനിച്ചു എന്ന് പറഞ്ഞ് കഴിഞ്ഞ ശൈത്യകാല സമ്മേളനത്തിൽ എന്താ പങ്കെടുക്കായിരുന്നത്? അന്ന് സാധാരണമായിരുന്നില്ലേ? അന്ന് മാത്രം എന്താ സാധാരണമാകായിരുന്നത്? ഇതിന് അവർ വ്യക്തമാക്കി മറുപടി പറയണ്ടേ?